ഹലോ, കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഞാനാണ് തീരെ പുറത്തിറങ്ങാത്തത്. മനോട്ടനും കുട്ടിയും കൂടെ ഇടയ്ക്കൊക്കെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാറുണ്ട് കേട്ടോ, കടയിൽ പോകാനൊക്കെ. ചൂടായത് കാരണം എനിക്ക് പുറത്തിറങ്ങാനേ തോന്നാറില്ല. ഇപ്പോൾ പിന്നെ ഇവിടെ മാറ്റം തുടങ്ങിയത് കാരണം അതിൻ്റെ കുറച്ച് എന്തെങ്കിലും കാണലെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോണ പോക്കിൽ 2 കുതിരയെ കണ്ടു. കുതിരകളാണെങ്കിൽ ഭയങ്കര അലമ്പന്മാരായിരുന്നു. അവർ ഭയങ്കര ടെററായിരുന്നു കേട്ടോ. ഇവനാണെന്ന് വെച്ചാൽ കരച്ചിൽ തുടങ്ങി. അതിന് തൊടണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ കയ്യിൽ സ്നാക്സ് ഉണ്ടായിരുന്നു, അത് അതിന് കഴിക്കാൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോണ പോക്കിൽ ഞങ്ങൾ കുറച്ച് മാറ്റം കണ്ടു. يا ابو فاضل بعد الوقت يا ابو فاضل تاخذ صورة قمر خلى عين وجفه تطيح. പിന്നെ ഞങ്ങൾ നേരെ പോയതൊരു വാച്ച് വാങ്ങിക്കാനാണ് കേട്ടോ. രുദ്രനൊരു വാച്ച് മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിൽ പോയിട്ട് ഞങ്ങൾ ചെറിയൊരു വാച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഷവർമ കഴിക്കാൻ പോയി. അങ്ങനെ ഞങ്ങളുടെ രാത്രിയിലെ ഡിന്നർ ഞങ്ങൾ അതിൽ ഒതുക്കിയിട്ടാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഷവർമ കഴിക്കുന്ന ഒരുത്തൻ അവിടെ ഇരുന്നിട്ട് ജീരകമിഠായിയാണ് കേട്ടോ കഴിക്കുന്നത്. അവന് അവിടെ റിസപ്ഷനിൽ ജീരകമിഠായി കണ്ടപ്പോൾ പിന്നെ അവൻ അതന്നെ വേണം. കുറേ എടുത്ത് കഴിച്ച് അവിടെയൊക്കെ കളഞ്ഞു. ആകെ മൊത്തം നല്ല രസമായിരുന്നു. എന്തായാലും അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ജീരകമിഠായിൽ. ലാസ്റ്റ് പോരാ നേരത്തെ പിന്നെ ഞാൻ എല്ലാം കൂടെ വാരിപ്പെറുക്കി ഡസ്റ്റ്ബിനിലിട്ടു. പിന്നെ വരണ വഴി ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിറയെ ബേഡ്സും പിന്നെ നിറയെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ളത്. അപ്പോൾ ഇവനത് കണ്ട്, ഇവൻ്റെ കണ്ണിലാണെങ്കിൽ എല്ലാം കാണും. അങ്ങനെ അതും കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. يلا عمي ونون زينب يا عباس يا عباس اوصيك بدي تكون بالعيون ضعنتك يا عباس يا عباس هلا هلا بدي تكون بالعيون. കുട്ടി പോണേ? കുട്ടി എവിടേക്കാ പോണേ? എങ്ങടാ പോണ്? ചായ കുടിക്കാനാണോ? എത്ര ചായ കുടിക്കും? 3 കുടിക്കോ? ഇന്ന് എവിടേക്കാ പോയി കുട്ടി? മാമനെ കാണാനോ? എന്ത് തമ്പാട്ടി പറഞ്ഞേ? ഇതെന്താ ആരാ വാങ്ങി തന്ന്? അമ്മയ്ക്കും വാച്ചിട്ടുണ്ട്, അമ്മയ്ക്കും കുട്ടിക്കും വാച്ചിട്ടുണ്ട്. ആരാ വാച്ച് വാങ്ങി തന്ന് കുട്ടിക്ക്? ആരാ വാച്ച് വാങ്ങി തന്നേ? കുട്ടി അമ്മ. ലൈറ്റൊക്കെ ഉണ്ടോ നോക്കട്ടെ അമ്മ, ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. വാവ്, സൂപ്പറായിരുന്നു. അടുത്ത് ഞാൻ നിൽക്കണം, എന്നാലും ഒന്നും കൂടെ സൂപ്പർ. ആ വാച്ച് സൂപ്പർ. അമ്മയുടെ കറണ്ട് വരില്ല, അമ്മയ്ക്ക് ലൈറ്റ് ഇല്ല. ചായ കുടിക്കാൻ പോവാണ്. പോയിട്ട് വരാം. ടാറ്റ കൊടുക്കും. ഒരു ഉമ്മയും കൊടുക്കും. ഫ്ലൈംസ് കൊടുക്കും. ഓക്കെ. ഇത് അതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഏട്ടൻ ഹാഫ് ഡേ ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുഹറത്തിൻ്റെ ലീവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ഡേ എടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് എണീറ്റിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് പോകുന്നു, ചായ കുടിക്കുന്നു, തിരിച്ചു വരണം, വേറെ എവിടെയും പോകുന്നൊന്നുമില്ല. അപ്പോൾ രുദ്രൻ ഭയങ്കര ഫോമലാണ് കേട്ടോ. ആൾ ഭയങ്കര പുറത്തിറങ്ങാൻ പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാനില്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് പുറത്ത് പോകും മനോട്ടൻ്റെ കൂടെ. ആദ്യമൊന്നും പോയിരുന്നില്ല. അമ്മ പറഞ്ഞിട്ട് കറിയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എത്തിക്കഴിഞ്ഞാൽ മനോട്ടൻ ഇങ്ങനെ തിരിച്ചു വരേണ്ടി വന്നിരുന്നു. അപ്പോൾ പിന്നെ ആൾ ഓക്കെയാണ്. ഒരു ഫാൻ ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ അത് ഇവൻ ഫോൺ ചെയ്യുന്ന പോലെ ചെവിയിലേക്കാണ് വയ്ക്കുക, നേരെ കയ്യിൽ വയ്ക്കുകയൊന്നുമില്ല. ഇനി നമ്മൾ ചോദിച്ചാലും തരില്ല കേട്ടോ. അപ്പോൾ അവൻ കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കിൽ പിടിച്ചിട്ട് അവൻ ഒളിപ്പിച്ച് വയ്ക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും. ഭയങ്കര ആക്ടിങ് ആണ്. ഈ പ്രായത്തിലെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. നല്ല രസമാണ് കേട്ടോ ഓരോന്ന് ഇങ്ങനെ കാണിക്കുന്നത് കാണാൻ. ഇപ്പോൾ പിന്നെ സംസാരം ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയത് കാരണം നല്ല രസമാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നിട്ട് പോയി കേട്ടോ.
അവിടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടൻ അങ്ങനെ എന്തോ ആണ് കേട്ടോ ചായക്കടയുടെ പേര്. ചായക്കടയല്ല, അവിടെ എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം അവിടെ നിറയെ സ്നാക്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെന്നാൽ അവിടേക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറെ മനാമ ഇവിടെ അടുത്തുള്ളൊരു കടയ്ക്ക് പോകാറ് കേട്ടോ. അപ്പോൾ അവിടെ അധികം സ്നാക്സ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പം ഞങ്ങൾ ഇന്ന് അവിടേക്ക് പോകാമെന്ന് വെച്ചു. അവിടേക്ക് ഇത്രയും കൂടി നടക്കാനുണ്ട്. ഇവനാണെന്ന് വെച്ചാൽ എടുക്കാനും സമ്മതിക്കില്ല, എന്നാൽ വേഗം നടക്കില്ല. അവൻ വഴിയിൽ കണ്ട ആൾക്കാരെയും വെറുതെ വിടില്ല, ഒന്നിനും വെറുതെ വിടില്ല. എല്ലാവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ പോയി. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അവൻ ബാക്കിലേക്ക് പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടിക്കേ നോ 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 തരാം അച്ഛപ്പം തരാം. ചായ കൂടെ കഴിഞ്ഞ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കാടമുട്ട, പഴംപൊരി, പരിപ്പ് വട, അങ്ങനെ അൽക്കുലത്തെ സാധനങ്ങളായിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഞങ്ങളൊന്ന് പുറത്തു കൂടെ ഒക്കെ ഒന്ന് നടന്നു. ഈ സമയത്ത് ഞങ്ങളധികം പുറത്തിറങ്ങാറില്ല, കാരണം ഇരുട്ടാവും ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ ലീവുള്ള ദിവസമാണെങ്കിലും മടി പിടിച്ച് വടി ഇരിക്കുക റൂമിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തു കൂടെയൊക്കെ നടന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ടയേർഡായി കേട്ടോ. വിയർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു ചൂട് കാരണം. പക്ഷേ ഇവൻ ഒരു കുഴപ്പമില്ല, ഇവൻ ഇതേ നടക്കുന്നു, എടുക്കാനും സമ്മതിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് തോന്നുന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇത് കണ്ടിന്യൂസ് ഉണ്ടാവുമൊന്നുമില്ല, എനിക്ക് തോന്നുമ്പോൾ ജസ്റ്റ് ഒരു മെമ്മറി അല്ലേ ഇതൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാം എന്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ചിലപ്പോൾ അടുത്ത വർഷം കണ്ടോ ആയിരിക്കും കേട്ടോ. ഞാൻ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കാണുന്നവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നന്നായിരിക്കും കേട്ടോ. എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു ത്വര വന്നാലും